ഹായ് ഡിയേഴ്സ്, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. 1 kg അളവിൽ വരുന്ന ഒരു ഡോൾ കേക്കാണ് ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഫ്ലേവറിൽ വരുന്ന കേക്കാണ് കേട്ടോ. പിന്നെ ഇതിന് 3 മുട്ട വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 1 kg അളവിലുള്ള ഈ ഒരു ഡോൾ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡോൾ കേക്കിൻ്റെ 1 kg മോൾഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ നാക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് 149 രൂപയാണ് ഞാൻ വാങ്ങിച്ചപ്പോൾ ആയിട്ടുള്ളത്. ഇത് 7 ഇഞ്ചിൻ്റെ മോൾഡാണ് കേട്ടോ. 1 kg ബാറ്റർ ഒഴിക്കാൻ വേണ്ടി 7 ഇഞ്ചിൻ്റെ മോൾഡ്. അപ്പോൾ 7 ഇഞ്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഈ സൈഡ് പോർഷൻ അടിയിൽ നിന്ന് മേലേക്കുള്ള ഈ സൈഡ് പോർഷനിൽ നമ്മളൊരു ടാപ്പ് എടുത്തിട്ട് അളന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7 ഇഞ്ച് ആയിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഞാൻ ബട്ടർ പേപ്പർ ഒന്നുമല്ല ആക്കി കൊടുക്കുന്നത്. കുറച്ച് മൈദ തൂവിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് എക്സസ് ആയിട്ടുള്ളതൊക്കെ തട്ടിക്കളയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ബട്ടർ പേപ്പർ ഇതിൽ വെക്കാൻ കുറച്ച് റിസ്ക്കാണ്. വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ വെക്കാം, പക്ഷെ ഇങ്ങനെ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിത് എക്സസ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് കൊട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റുന്നുണ്ട്. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ഡോൾ കേക്ക് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതേക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്നത്. ഞാൻ മാറ്റി വെച്ച 2 ടേബിൾ സ്പൂൺ മൈദക്ക് പകരമായിട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഞാൻ ചേർക്കുന്നത്. 3 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല രണ്ടായാലും. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ ഒരു 3 തവണ അരിച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയോ ചെയ്യുക. മിക്സിങ് നന്നായിട്ട് തന്നെ കറക്റ്റായിട്ട് വരണം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും എല്ലാം എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. പിന്നെ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുക്കുക. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 മുട്ടയും ചേർക്കാം. അപ്പം ഞാനിവിടെ 3 മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. 4 മുട്ട ചെയ്യുന്നുണ്ടെങ്കിൽ പാലിൻ്റെ ആവശ്യമില്ല കേട്ടോ നമ്മുടെ ഈ ഒരു ബാറ്ററിലേക്ക്. അപ്പോൾ ഞാൻ 3 മുട്ട ചെയ്യണതുകൊണ്ട് തന്നെ പാലിൻ്റെ ആവശ്യമുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 40 സെക്കൻഡ് ആദ്യം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം ഒരു 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. പൊടിച്ചതാണെങ്കിൽ ആ ഒരു 1/4 കപ്പ് നേരെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് അത് മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ചെറിയ തരി ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഈ കേക്കിനായിട്ട് ചെറിയ തരിയുള്ള പഞ്ചസാര എടുക്കാറാണ് ചെയ്യാറ്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഫ്ലഫി ആവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്ന ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ആ ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ ജസ്റ്റ് ഒരു ലോ സ്പീഡിലിട്ടിട്ട് എല്ലാം ഒന്ന് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ബീറ്റർ ഇത് മാറ്റി വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കണം. നല്ല സ്പീഡിൽ ചെയ്യരുത്, സാവധാനം ചെയ്തെടുക്കണം കേട്ടോ. ഇത് വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടിയതാണ്, അത് കണ്ട് നിങ്ങൾ സ്പീഡിലാന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മൾക്ക് സാവധാനം വേണത് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ബാറ്റർ റെഡിയാക്കിയെടുത്ത ശേഷം നമുക്ക് നമ്മുടെ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള മോൾഡിലേക്ക് ഒഴിക്കാം. ഈ ഒരു സമയം തന്നെ നമ്മൾ ഓവൺ ആണെങ്കിൽ ഓവൺ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൽ പാത്രമാണെങ്കിൽ പാത്രം പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മോൾഡിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതൊരു വലിയൊരു പാത്രത്തിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു പാത്രം പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പാത്രത്തിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതുപോലൊരു റിങ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിതിൻ്റെ മേലെ ഈ ഒരു മോൾഡ് വെക്കുമ്പോൾ അടിയിൽ തട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ റിങ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ, ചെറിയ റിങ് ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു സെൻറ്റർ പോർഷനിൽ കുറച്ച് ഉപ്പ് വിതറി കൊടുത്താൽ മതി. ആ ഉപ്പിൽ ഈ ഒരു മോൾഡ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഉപ്പ് അല്ലെങ്കിൽ മണലായാലും കുഴപ്പമില്ല, നല്ല മണലൊക്കെ ആണെങ്കിൽ അതായാലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്ത് ആദ്യത്തെ 1 മിനിറ്റ് നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഒരു 1 മണിക്കൂർ, എനിക്കിത് ബേക്കായി വരാനായിട്ട് 1 മണിക്കൂർ എടുത്തിട്ടുണ്ട്. 1 മണിക്കൂർ നമുക്ക് ബേക്കായി വരാനായിട്ട് എടുക്കും. അതിനുശേഷം നമുക്ക് തണുത്ത ശേഷം ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 5 ലെയേഴ്സായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1.25 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊരു 5 ലെയേഴ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മളിതിന് പ്രൈസൊക്കെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്നതിലേറെ കൂടുതൽ ടൈം ഇത് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചൊക്കെ വേണം പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ കറക്റ്റ് പ്രൈസ് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട്. നമ്മൾ വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക, കറക്റ്റായിട്ട് ലെവലായി വരാൻ വേണ്ടിയിട്ട്. ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആ രണ്ടാമത്തെ ലെയറും ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ക്രീം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക, നേരത്തെ ചെയ്ത പോലെ തന്നെ. പിന്നെ ചോക്ലേറ്റ് ഗനാഷിയും അതിൻ്റെ മേലെ ചോക്ലേറ്റ് ചിപ്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ലെയർ വെക്കുമ്പോഴും ശ്രദ്ധിക്കണം, ആദ്യം വലിയ ലെയർ പിന്നെ അതിൻ്റെ തൊട്ട് ചെറിയ ലെയർ, അങ്ങനെ തന്നെ കറക്റ്റായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്തിരുന്ന ആ രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ലെയർ വെക്കുമ്പോഴും സൈഡ് ക്ലീൻ ചെയ്യുക, എന്നാലേ കറക്റ്റ് ആ ഒരു ലെവലിൽ കിട്ടുള്ളൂ. അപ്പോൾ ഓരോ ലെയറും ഇതേപോലെ തന്നെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇതും കഴിഞ്ഞ് അഞ്ചാമത്തെ ലെയർ, ലാസ്റ്റത്തെ ലെയർ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. സൈഡിലൊക്കെ ക്രീം വെച്ചിട്ടൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. ഓവറായിട്ട് ക്രീമിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ക്രംസൊക്കെ പോകുന്ന രീതിയിലൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ടൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ക്രീമില്ലാത്ത ഭാഗത്തൊക്കെ ഒന്ന് ക്രീമും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. മുകൾ ഭാഗം ഒന്ന് ലെവലാക്കിയ ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ഡോളാണ് എനിക്ക് ഇതിന് വേണ്ടിയിട്ട് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു മുടിയുടെ കളർ കണ്ടില്ല, ഒരു വയലറ്റ് കളറാണ്. അപ്പോൾ ആ ഒരു കളറിന് മാച്ചാക്കിയിട്ട് എല്ലാം റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വയലറ്റ് കളർ ഒന്നിലേക്ക് ഒരു 3-4 ഡ്രോപ്പും ചേർക്കുന്നുണ്ട്, ഒന്നിലേക്ക് ഒരു ഡ്രോപ്പ് വയലറ്റ് കളറുമാണ് ചേർക്കുന്നത്. ഒന്നൊരു ലൈറ്റ് ഷെയ്ഡിൽ കിട്ടാനും ഒന്നൊരു ഡാർക്ക് ഷെയ്ഡിൽ കിട്ടാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മുടിയുടെ കളറും ഈ ഒരു ഫ്രോക്കിൻ്റെ കളറും എല്ലാം മാച്ചായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കളറിൽ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വാങ്ങിച്ചിട്ടുള്ള ഈ ഡോളിൻ്റെ പ്രൈസ് 90 രൂപയാണ്. പല ഡോളിനും പല പ്രൈസായിരിക്കും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുക കേട്ടോ. നമ്മൾ ഓരോ സ്റ്റെപ്പ് എത്തുമ്പോഴും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഏറ്റവും താഴെ നല്ല ഡാർക്ക് കളറിലുള്ള വയലറ്റ് കളറിലുള്ള ക്രീം ഒന്ന് ഒരു 3 ലെയറായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ലൈറ്റ് കളറിലുള്ള ക്രീമും ഒന്ന് 3 ലെയറായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതും 3 ലെയറായിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെയ്തെടുത്താൽ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ കളറിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഇത് സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. പിന്നെ മുകൾ ഭാഗത്ത് ഞാൻ വൈറ്റ് ക്രീമാണ് ചെയ്യണത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ ഡോളൊന്ന് ഇറക്കി വെക്കണം കേട്ടോ. ഞാനത് ആദ്യം വിട്ടുപോയതാണ്. അപ്പോൾ ആ ഡോളൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് വൈറ്റ് ക്രീം വെച്ചിട്ടും ലെയേഴ്സായിട്ട് മുകൾ ഭാഗം വരെ വൈറ്റ് ക്രീമിലും ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രാപ്പർ നല്ല ഹൈറ്റുള്ള സ്ക്രാപ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് അത്ര ഹൈറ്റ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ലെവലാക്കി കൊടുക്കും. പിന്നെ മുകൾ ഭാഗത്തൊക്കെ ഉള്ളത് എക്സസ് ആയിട്ടുള്ള കുറച്ച് ക്രീമൊന്ന് ഞാൻ ഒഴിവാക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒന്ന് ഒരു റൗണ്ടിൽ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ, അവിടെ റൗണ്ടിലാവുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ എക്സസ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റേയുടെ ഷീറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ OHP ഷീറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്തെടുത്ത് അതിങ്ങനെ റൗണ്ടിൽ വളച്ച് പിടിച്ചിട്ടാണ് ഇത് റൗണ്ട് കറക്റ്റ് ആക്കി എടുക്കുന്നത് കേട്ടോ, ആ ഒരു ഭാഗം. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വരും. അപ്പോൾ ഞാൻ എക്സ്റേ ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ 134 പറഞ്ഞിട്ടുള്ള ഈ ഒരു നോസിൽ എടുത്തിട്ട് താഴ്ഭാഗത്തൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ എടുത്തിട്ടുള്ള ഈ ഒരു 3 കളറിലുള്ള വിപ്പിംഗ് ക്രീം എല്ലാം കൂടെ ഒരൊറ്റ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കളറ് വൈറ്റും ആ ഒരു വയലറ്റ് കളറും മിക്സ് ആയിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടും. അപ്പോൾ കാണാൻ ഒന്നുകൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ ആ രീതിയിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതുപോലെ ഈ ഒരു സെയിം ഡിസൈൻ തന്നെ ഞാൻ മുകൾ ഭാഗത്ത് ഒരു 2 ലെയറായിട്ട് ഇവിടെയും കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ആ ഒരു ഫ്രോക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ആ ഒരു സെയിം ഡിസൈൻ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ.
2 ലെയറായിട്ടാണ് കേട്ടോ ഞാനിത് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ 2 ലെയറായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വേറൊരു നോസിൽ യൂസ് ചെയ്തിട്ടാണ് ചെറിയൊരു ഫ്ലവറൊക്കെ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ദാ നോർ 21 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നോസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു സെയിം 3 കളേഴ്സ് തന്നെ വെച്ചിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അങ്ങനെയാണ് ആ ഒരു ഫ്ലവർ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു ഫ്ലവറായിട്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സെയിം 2 കളേഴ്സൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതിനുള്ള ഈ ഒരു ബ്ലൗസ് ഭാഗത്ത് ഞാൻ ഡിസൈൻ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നോസിലൊന്നും യൂസ് ചെയ്യാതെ ഒരു പൈപ്പിംഗ് ബാഗ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡോട്ട് ഇങ്ങനെ അടുപ്പിച്ച് ഡോട്ട് ഇട്ടിട്ടാണ് ഞാനിത് ഇതിനുള്ള ഒരു ഭാഗം ഫ്രോക്കിൻ്റെ ആ മുകൾ ഭാഗം ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കയ്യിൻ്റെ ഈ ഭാഗമൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോഴേ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. എന്നിട്ട് കയ്യിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു വള്ളി കൂടെ ആ ഒരു നോസിൽ വെച്ചിട്ട് ആ ഒരു ഡിസൈൻ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിന് കുറച്ച് സമയം ഇങ്ങനെ എടുക്കണം കേട്ടോ. ഇങ്ങനെ ചെറിയ ഡോട്ടായിട്ടിടേ. അപ്പോൾ ഇങ്ങനെ ചെറിയ ഡോട്ടായിടുമ്പോൾ നമുക്ക് എന്താ പറയുക കാണാൻ ഒന്നുകൂടെ ലുക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു ഡിസൈൻ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർ നോസിലൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷേ അതിലേറെ ഭംഗി ഉണ്ടാവുക ഈ രീതിയിൽ ചെയ്തെടുക്കുമ്പോഴാട്ടോ. അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനൊരു കയ്യിന് വള കൂടെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒന്ന് റൗണ്ടിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാ അതിൻ്റെ ഡിസൈനും കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഷുഗർ ബോൾസ് ഓരോ ഫ്ലവറിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു നമ്മൾ ഡിസൈൻ വെച്ചില്ലേ ആ 34 പറഞ്ഞ ആ നോസിൽ വെച്ചിട്ട് ആ ഭാഗത്തും ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആ ഒരു വയലറ്റ് കളറിലുള്ള ഷുഗർ ബോൾസ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് കളറൊക്കെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. വൈറ്റ് ആണെങ്കിൽ വൈറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഭാഗത്തും കൂടെ ഷുഗർ ബോൾസ് താഴെയും മേലെയൊക്കെ ആയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻസ് എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സെയിം ഇതിൽ തന്നെ ആ ഒരു നമ്മൾ നോസിൽ യൂസ് ചെയ്യാതെ പേപ്പിംഗ് ബാഗിലാക്കിയിട്ടുള്ള ആ ക്രീം വെച്ചിട്ട് തന്നെ ഞാൻ ഹാപ്പി ബർത്ത്ഡേ മോളൂസ് എന്നും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. ക്രീം വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ബോർഡിലായിട്ട് എഴുതണം. അപ്പോൾ ഇത് 12 ഇഞ്ചിൻ്റെ ബേസാണ് കേട്ടോ. അപ്പോൾ ഞാനത് നേരത്തെ പറയാൻ വിട്ടതാണ്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പേരൊക്കെ ആ ഒരു ബേസിൽ തന്നെ എഴുതി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് ഞാൻ നോക്കുമ്പോൾ 1400 ഗ്രാമാണ് വരുന്നത്. അഥവാ ഒരു ബേസ് വെയിറ്റൊക്കെ മൈനസ് ചെയ്യുമ്പോൾ ഒരു 1200 1 kg കൂടുതൽ വെയിറ്റ് വരുന്നൊരു കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് പ്രൈസ് ഫിക്സ് ചെയ്യുക എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കേക്ക് ഒരു 1 kg ഇപ്പോൾ ഒരു 500 രൂപയുടെ കേക്കാണെന്നുണ്ടെങ്കിൽ അതിലേറെ ഒരു 600 രൂപ 700 രൂപയൊക്കെ നമുക്ക് ഇതിന് എടുക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ബേക്കിംഗ് ടൈം കൂടുതലാണ്. അതുപോലെ ഇതിൻ്റെ ബോക്സ് റേറ്റ്, അതുപോലെ ഡോളിൻ്റെ പ്രൈസ് അതൊക്കെ ഫിക്സ് ചെയ്തിട്ട് വേണം ഇത് ഫിക്സ് ചെയ്യാൻ ഈ ഒരു കേക്കിന് റേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കേക്കിന് ഞാൻ വാങ്ങിക്കുന്നത് 800 രൂപയാണ് കേട്ടോ ഈ ഒരു ടൈപ്പിലുള്ള കേക്കിന്. പിന്നെ ഇതിന് ഫോണ്ടൻ ഡെക്കറേഷൻസ് അതുപോലത്തെ ഫോണ്ടൻ ഫ്ലവേഴ്സൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും റേറ്റ് കൂടുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് ഞാൻ ഫിക്സ് ചെയ്യാറ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്